നിങ്ങളൊരു AI കാറ് മേടിക്കുകയാണെങ്കിൽ, ടെസ്ല പോലുള്ള കാറ് മേടിച്ചാൽ ഒരു അടിയന്തര സാഹചര്യത്തിൽ കാറ് നിങ്ങളെ രക്ഷിക്കുമോ അതോ നാട്ടുകാരെ രക്ഷിക്കുമോ? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി പൂർണ്ണമായിട്ടും അട്ടിമറിക്കാൻ കഴിയുന്ന വ്യാജ വാർത്തകൾ AI-യിലൂടെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് എത്ര പേർക്കറിയാം? AI എന്ന് വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഇന്ന് കൂടുതൽ സങ്കീർണവും വ്യാപകവുമായി വളരുമ്പോൾ കൃത്രിമ ബുദ്ധിയുടെ സാധ്യതകളെക്കുറിച്ച് മാത്രമല്ല, അതിനെതിരെയുള്ള മുന്നറിയിപ്പുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. ചാർലി കിർക്കിന്റെ മരണത്തിന് ശേഷം വന്ന വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് പിന്നീട് പലർക്കും ജോലി വരെ നഷ്ടമായി. AI സാങ്കേതിക വിദ്യ സമൂഹത്തിനും ധാർമ്മികതയ്ക്കും അപകട സാധ്യതകൾ സൃഷ്ടിക്കുമോ എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തറയക്കടവിലച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, AI-യുടെ അതിപ്രസരം നമ്മുടെ സമൂഹത്തിൽ ഈയിടെയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്താണ്? ഏറ്റവും ചുരുക്കത്തിൽ തന്നെ AI സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. ഷകിന പ്രേക്ഷകർക്ക് നമസ്കാരം. AI വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കും. നമ്മളിതൊരു AI-യെക്കുറിച്ചൊരു ചിന്ത അല്ല നമ്മളിന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? പലയിടത്തു നിന്നുള്ള ആശയം അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളൊരു ആശയം രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ബുദ്ധി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പല സ്ഥലത്തുനിന്ന് ആശയങ്ങൾ സെർച്ച് ചെയ്തെടുത്തിട്ട് സ്വന്തമായിട്ടൊരു പുതിയൊരു ആശയം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് AI എന്ന് ചുരുക്കി പറയാമായിരിക്കും. അങ്ങനെ പറയുമ്പോൾ അതിന് ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമല്ലോ. നമുക്ക് ഓരോ മനുഷ്യനും അവനവൻ്റെ ആശയം എടുക്കാൻ സാധിക്കുമല്ലോ. ഒരു കാര്യം കാണുന്നു, അല്ലെ 10 കാര്യം കാണുന്നു, അതിനകത്ത് വേറൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് പോലെ തന്നെ ഈ നിർമ്മിത ബുദ്ധിക്കും എത്താനായിട്ട് സാധിക്കും. ഇതിന് ഒത്തിരിയേറെ സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി പരിമിതികളുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയോളം ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയില്ല. എന്നാൽ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വലിയ അപകടം ഇതിനകത്തുണ്ട് എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ, മാനുഷികമായി കഴിയാത്ത കാര്യങ്ങൾ ഇത് സാധിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ കൂടിക്കൊണ്ടാണ് AI കിടക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ സെപ്റ്റംബർ 2025 10-ാം തീയതി കോൺഗ്രസിൻ്റെ ബീഹാർ യൂണിറ്റ് ഒരു AI വീഡിയോ ഇറക്കുകയുണ്ടായി. അതിനകത്ത് ഇതാണ്: നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി സ്വപ്നം കാണുകയാണ്. അദ്ദേഹത്തിന് 2022 ഡിസംബറിൽ മരിച്ചുപോയ ഹീറാബൻ മോഡിയാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിൽ കാണുന്നത് അമ്മ മോദിയുടെ ഭരണത്തെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നതാണ്. എന്നിട്ട് അടുത്ത ഇലക്ഷന് നീ ഇതിൻ്റെ ഫലം അനുഭവിക്കുമെന്നും ഈ മോദിയോട് സ്വപ്നത്തിൽ ഒന്ന് പറയുന്നതായിട്ടാണ് വീഡിയോ. മരിച്ചുപോയ ഒരാളുടെ കാര്യം ഒന്ന് ഓർക്കണം. ഇതിനെ ഉടനെ പ്രശ്നമാകുന്നു. BJP അതിനെ നാണം കെട്ട പ്രവൃത്തിയെന്ന് കുറ്റപ്പെടുത്തുന്നു. കേസ് ഫയൽ ചെയ്തു. 15-ാം തീയതി സെപ്റ്റംബർ 15-ാം തീയതി കേസ് ഫയൽ ചെയ്തു. എന്നാൽ ഇതിനകത്ത് ദുരുദ്ദേശപരമായിട്ടൊന്നുമില്ല എന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുകയും ചെയ്തു. പട്ന ഹൈക്കോടതി ഏതായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടു. കാരണം അത് മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമാണ്. സെപ്റ്റംബർ 17-ാം തീയതിയാണ്. എങ്ങനെ രാഷ്ട്രീയക്കാർക്ക് AI ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവർക്കും എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഉദാഹരണം. അതായത് ഈ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പ് പോലുമില്ല, അങ്ങനെ ഒരാളെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിക്കുകയാണ്. ഞാനിങ്ങനെ ഭാവനയിലൊരു കാര്യം കാണുന്നു, അത് നമ്മൾ ആക്റ്റായിട്ട് വീഡിയോ കാണിക്കുകയാണ്. ഇതിനകത്ത് വലിയ വലിയ സാധ്യതകളും അപകടങ്ങളും ചതിക്കപ്പെടാനുള്ള കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞതിനകത്തുനിന്ന് വലിയ നുണപ്രചാരണത്തിലുള്ള സാധ്യതയും ഈ ഒരു ഒറ്റ സംഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഈ AI-യുടെ ടൂൾസ് ഒക്കെ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചിത്രം ഉണ്ടാക്കുക, പഴയ കാലത്ത് കലാകാരന്മാർ മാത്രം ചെയ്തിരുന്ന കാര്യമാണ് ചിത്രം ഉണ്ടാക്കുക. ഇപ്പം നമുക്ക് ഏത് ചിത്രം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ നേരത്തെയൊക്കെ കമ്പനിയുടെ ഒരു ലോഗോ ഉണ്ടാക്കണമെങ്കിൽ മത്സരമൊക്കെ വെച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഈ ഓട്ടോമാറ്റിക് വീഡിയോ കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നമുക്ക് ഒരു കഥ കൊടുക്കുവാണെങ്കിൽ
അതനുസരിച്ചുള്ള വീഡിയോ തന്നെ ഇങ്ങോട്ട് വീഡിയോ ചെയ്തു തരുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നത് വിചാരിക്കുക, പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നു. അത് നമുക്ക് പാർലമെന്റ് കെട്ടണമൊന്നും വാടക എടുക്കാൻ പോകണ്ട, ഇവിടുന്ന് തന്നെ വെച്ചുകൊണ്ട് ഈ പാർലമെന്റിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതായിട്ട് കാണിക്കാനായിട്ട് കഴിയും. ഇങ്ങനെ ഒത്തിരിയേറെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ തലക്കെട്ടുകൾ എടുക്കാനായിട്ട് സാധിക്കും, ഹാഷ്ടാഗുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി സ്ക്രിപ്റ്റുകൾ തന്നെ, നമ്മുടെ ഈ തിരക്കഥകൾ തന്നെ എഴുതിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് ഈ വക്കീലന്മാരും ഇങ്ങനെയുള്ള ആളുകളൊക്കെ കേസുകളൊക്കെ എഴുതുമ്പോഴും ഈ AI ഉപയോഗിക്കുന്നത് ഒത്തിരി. കാരണം ഇത് വളരെ ഫോർമലായിട്ട് നമ്മൾ മാറ്റർ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് വിഷയങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ആണ് ഈ ശബ്ദം കൊടുക്കുക എന്ന് പറയുന്നത്. ഒരാളുടെ വീഡിയോ എടുത്തിട്ട് അതിന് ശബ്ദം കൊടുക്കാനായിട്ട് കഴിയും, വേറെ ശബ്ദം കൊടുക്കാനായിട്ട് കഴിയും, സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് പറഞ്ഞതുപോലെ സൗണ്ട് ഇഫക്റ്റ് കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ വളരെ പ്രധാനമായിട്ട് ഇപ്പോൾ വളരെ അടുത്ത് നമ്മൾ കാണുന്നതാണ് ഭാഷ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഒത്തിരി ആളുകൾ AI ഉപയോഗിച്ചുകൊണ്ടാണ് ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാഷ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോയി നമ്മൾ രണ്ട് ഭാഷക്കാരാണെങ്കിൽ എനിക്ക് എൻ്റെ ഭാഷയെ പറയുക, അമലിൻ്റെ ഭാഷയെ മനസ്സിലാകുന്നു, തിരിച്ച് എന്നോട് സംസാരിച്ച് എൻ്റെ ഭാഷ മനസ്സിലാകുന്ന വിധത്തിൽ ഇപ്പോൾ AI വളർന്നിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി സാധ്യതകൾ വന്നിട്ടുണ്ട്. ആരോഗ്യ പരിപാലന മേഖലയിൽ രോഗനിർണയത്തിൽ ഈ മെഡിക്കൽ ചിത്രങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ AI വളരെ സഹായകമായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവർ പറയുന്നത് ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡ് AI റെറ്റിന സ്കാൻ ചെയ്തിട്ട് ഒരു നല്ലതായിട്ട് പഠിച്ചൊരു ഡോക്ടറെ പോലെ ഏതായാലും 50ഓളം രോഗങ്ങൾ നിർണ്ണയിച്ചു എന്നാണ് ഞാൻ വായിച്ചത്. ഇങ്ങനെ വലിയ സാധ്യതകൾ തുടർന്ന ഒരു സംവിധാനമാണ് AI. അതെ അച്ഛാ, ഈ വെർച്വൽ അസിസ്റ്റൻസ്, അതുപോലെ തന്നെ നേവിഗേഷൻ സിസ്റ്റംസ് ഒക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളെ നമുക്ക് ഏത് ലോകത്തിരുന്നു കൊണ്ടും നിയന്ത്രിക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് AI എത്തിച്ചേർന്നു എന്നത് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ആധുനിക സമൂഹത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പണ്ട് വഴിയൊക്കെ ചോദിച്ചല്ല മാപ്പ് നോക്കിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഈ ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് പോവുകയാണ്. അത് മാപ്പ് വഴിയറിയാമെന്ന് മാത്രമല്ല, മുമ്പിൽ ട്രാഫിക് ഉണ്ടെങ്കിൽ ഉടനെ പറയും ഇവിടെ ട്രാഫിക്കാന്ന് പറയും. അപ്പം നമുക്ക് ഇത് വലിയ സഹായകമായിട്ട് മാറിയിട്ടുള്ളതാണ്. അതുപോലെ ഈ ബിസിനസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ 7 ദിവസവും ഈ ചോദ്യം, അതായത് ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങൾ ഉത്തരവുമായിട്ട് AI ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകളുടെ ജോലി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ആളും ആവശ്യമില്ല, എപ്പോഴും വർക്കിംഗ് ആയിട്ട് ഈ AI ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ശാസ്ത്രീയ കണ്ടെത്തലുകളിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വലിയ സഹായകമാണ്. 2020 ഉദാഹരണം പറയുകയാണെങ്കിൽ AI ടൂള് AlphaFold ദശകങ്ങളായിട്ട് പരിഹരിക്കപ്പെടാതെ കിടന്ന പ്രശ്നം പരിഹരിച്ചു എന്നാണ് പറയുന്നത്. അത് പ്രോട്ടീൻ ഫോൾഡിങ് പ്രോബ്ലം എന്ന് പറയും. ഇത് പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സാധ്യതകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. വ്യക്തിപരമായിട്ട് പഠിക്കുക, ഒരാൾക്കിപ്പോൾ ഭാഷ കേൾക്കാൻ കഴിയാത്ത ഒരാളാണ് ഒരു ക്ലാസ്സിൽ പോയിരുന്നാൽ പറ്റിയല്ലോ. അപ്പോൾ ഇത് ഉടനെ നമുക്കിപ്പോൾ സ്പീച്ച് സ്ക്രിപ്റ്റ് പരിപാടിയുണ്ട്. ക്ലാസ്സിൽ നമ്മളിരുന്നാൽ അത് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഉടനെ എഴുത്തായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി AI ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. അതെ അച്ഛാ, അതുപോലെ തന്നെയല്ലേ ഇപ്പോഴത്തെ ടെസ്ല കാറുകളൊക്കെ. ടെസ്ല മാത്രമല്ല, അതുപോലെ കാറുകളെല്ലാം വരുമ്പോഴും ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷെ അതുപോലെ തന്നെ അതിന് അപകടമുണ്ട്. കാരണം പറയുന്നത് ഇപ്പോൾ ഈ ഒരു വലിയ ഹൈവേ കൂടെ നമ്മൾ ഓടിച്ചു പോവുകയാണ്, ഇടത്ത് വശത്ത് ട്രാഫിക് മറുഭാഗത്തുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ റോഡിൻ്റെ മുമ്പിലൊരു കുട്ടി ചാടുകയാണെങ്കിൽ, വലതുവശത്ത് ഒരു പ്രായമുള്ള ഒരാൾ നടക്കുകയാണെങ്കിൽ ഇതിനെന്ത് ചെയ്യാനുള്ള തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നതാണ് മറ്റൊരു വശം. ഇപ്പോൾ ഈ കാറിൽ 4 പേര് യാത്ര ചെയ്യുകയാണ്, വീട്ടുകാർ 4 പേര് യാത്ര ചെയ്യുമ്പോൾ ഒരു മലഞ്ചെരുവിൽ കൂടെ യാത്ര ചെയ്യുകയാണ്, ഇടുങ്ങിയ റോഡാണ്. പെട്ടെന്ന് മുമ്പിൽ ഒരു 5 പേര് ഒന്നിക്കുക എന്ന് വിചാരിക്കും. ഒരു ഉദാഹരണം പറയുന്നത്, ഇത് പണ്ട് നമ്മുടെ നാട്ടിൽ ഈ എക്സ്പ്രസ് ഹൈവേ വന്നാൽ കേരളം 2 മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞ ആ പോളിസി അല്ല പറയുന്നത്. അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ നാട്ടിലെ വികസനം. അപ്പോൾ ഒരു മുമ്പിൽ പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്, ഈ സൈഡിൽ കുഴിയാണ്, കുഴിയിലേക്ക് വീണാൽ ആൾ മരിച്ചു പോകും. മുമ്പിലുള്ളത് 5 പേരാണ്, 5 പേരുടെ ജീവനാണ്, ഇങ്ങോട്ട് മാറാൻ മാതിയുള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ AIക്ക് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കാര്യം ഇതാണ്, AI എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? 4 പേരെ ഈ പുറത്തോട്ട് ചാടിയാൽ 4 പേര് മരിക്കും, 5 പേര് രക്ഷപ്പെടും. 5 പേരുടെ ഭൂതത്തോട്ട് കയറുകയാണെങ്കിൽ 4 പേര് രക്ഷപ്പെടും. അപ്പോൾ ഈ ചോദിക്കുന്ന തിയററ്റിക്കൽ ചോദ്യം ഇതാണ്, ഈ ടെസ്ല അല്ല, ഈ AI കാറിൽ കയറിയിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? അതായത് ഈ കാറ് ഈ 5 പേരുടെ മുകളിൽ കയറിയാൽ മാത്രമേ ഉടമസ്ഥൻ രക്ഷപ്പെടുകയുള്ളൂ.
ഇനി ഉടമസ്ഥനെ രക്ഷപ്പെടണ ഇനി അപകടത്തിൽ ചാടിച്ചാലേ 5 പേര് രക്ഷപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതാണ്, ആരെങ്കിലും ഒരാൾ ഒരു കാർ അങ്ങനെ സ്വന്തമാക്കുമോ, സ്വന്തം ജീവനെ അപകടപ്പെടുത്തുന്നത്, ഒരു പ്രശ്നം ഉണ്ടായി അപകടപ്പെടുത്തുന്നത്. ഇനി രണ്ടാമത്തത്, ഇങ്ങനെ ഈ ഉടമസ്ഥൻ്റെ ജീവിതം എന്ത് വില കൊടുത്തും രക്ഷപ്പെടുന്ന ഒരു കാറാണെങ്കിൽ അത് നാട്ടുകാർക്ക് അപകടകരമായിരിക്കും. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? കാറിൻ്റെ ഓണർക്കാണോ അതോ ഇത് പ്രോഗ്രാം ചെയ്ത ആൾക്കാണോ എന്നൊക്കെ പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സൈഡ് പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്ന് കാര്യം ഓർക്കുക. എങ്കിലും ഇതിന് വലിയ സാധ്യതകളൊക്കെയാണ് തുറന്നിരിക്കുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് 2027 ആകുമ്പോഴത്തേനും 8.3 കോടി ആളുകളുടെ ജോലി നഷ്ടമാകുമെന്നല്ലേ പറയുന്നത്? അത് ശരിയാണ്, അങ്ങനെയാണ് ഞാനും വായിച്ചത്. പക്ഷേ അതുകൊണ്ട് കൂടെ ഒന്ന് പേരും കൂടെ പറയുന്നുണ്ട്, 6.9 കോടി പുതിയ ജോലി സൃഷ്ടിക്കപ്പെടുമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ ജോലി നഷ്ടമാകുന്നത് ഉറപ്പാണ്. പക്ഷേ മൊത്തം നോക്കിയാൽ ആളുകളുടെ ജോലി സാറിന് AI ചെയ്യും. അങ്ങനെയാണല്ലോ ടെക്നോളജി ഡെവലപ്പ് വരുമ്പോൾ. പിന്നെ പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകൾ ഈ AI ഉണ്ടെന്ന് പറയുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ 2018 ആമസോൺ അതിൻ്റെ എല്ലാ റിക്രൂട്ട്മെൻറ്റ് ഉപകരണങ്ങളും നീക്കി എന്നാണ് പറയുന്നത്. കാര്യത്തിലുള്ളൂ, ഈ റിക്രൂട്ട്മെൻറ്റും വെച്ചിരുന്ന AI ആണ്. റിക്രൂട്ട് ചെയ്തപ്പോൾ ഇത് AI നിരന്തരമായിട്ട് പുരുഷന്മാരെ മാത്രം റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിനൊരു പാർഷ്യൽ എന്തോ ഒരു സൈഡ് ഉണ്ടായിരുന്നു. 2, ഈ AIക്ക് ഈ അസത്യമായിട്ടുള്ള വാർത്തകൾ പലപ്പോഴും സത്യമായിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കാനായിട്ട് കഴിയും. ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ അധികം ഉണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ കാണുന്ന പ്രശ്നം ഈ ഫേസ് റെക്കഗ്നീഷൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ മുഖം തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ AI ആണ് പലതും ഉപയോഗിക്കുന്നത്, ഈ മൊബൈലിലും കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുകയാണല്ലോ. നമ്മളെ എപ്പോഴും സർവൈലൻസിലാണ്, അതായത് എപ്പോഴും നമ്മൾ നിരീക്ഷണത്തിലാണ്. നമ്മളിപ്പോൾ ഇവിടെ പോയാൽ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ അപ്പുറത്ത് ചെയ്താൽ അവർക്കറിയാം. ഇപ്പോൾ ഇത് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് നമ്മൾ എവിടെയാണ് എന്ത് ചെയ്യുന്നുള്ളത് വ്യക്തമായൊരു ധാരണ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടമായി എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ AI നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഡിപ്പെൻഡൻസി, ആശ്രയത്വം വരും. നമ്മളറിയാമല്ലോ, പണ്ട് കാലത്തെല്ലാം മനക്കണക്കായിരുന്നു എല്ലാം, അപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോൾ അത് മുഴുവനും കുത്തു നോക്കിയാലേ ആളുകൾക്ക് അറിയത്തുള്ളൂ. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ സാധാരണ തീരുമാനങ്ങൾ മാറുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ AI വന്നതിൽ പിന്നെ AI വ്യാജ വാർത്ത കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില വ്യാജ വാർത്തകൾ ഏതൊക്കെയായിരിക്കും? വ്യാജ വാർത്തകളാണ് നമുക്കിപ്പോൾ ഏറ്റവും അധികം അപകടകരമായിട്ടിരിക്കുന്നതെന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2025 ഈ ജൂൺ 12 ഈ വർഷം അഹമ്മദാബാദിൽ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നായിരുന്നു. ഉച്ചയ്ക്ക് 1:15 അല്ലെങ്കിൽ 1:30 കഴിഞ്ഞപ്പോഴാണ് നടക്കുന്നത്. എയർ ഇന്ത്യയുടെ 171ാമത്തെ നമ്പർ വിമാനമാണ്, ലണ്ടനിലേക്ക് പറക്കുകയായിരുന്നു. ഇത് ഈ വീണപാട്, അതായത് നമുക്കറിയാം ഈ റൺവേ വിട്ട് 2 കിലോമീറ്റർ പോലും പോയിട്ടില്ല. അവിടെ പോയിട്ട് BJ മെഡിക്കൽ കോളേജ് പോയി ക്യാമ്പസിലേക്ക് പോയി വീഴുക ചെയ്തത്. 260 പേര് മരിച്ചു, 249 പേര് പ്ലെയിനിലുണ്ടായിരുന്നവരാണ്. ഇത് ഈ മരിച്ച ഉടനെ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഉടനെ വ്യാജ വാർത്ത പ്രചരിച്ചു, ആദ്യത്തെ അന്വേഷണം എന്നുള്ള നിലയിൽ. പിന്നീട് ഈ വ്യാജ വാർത്തയുടെ പുറകെ പണ്ടുവരുവായി. പിന്നെ പല മീഡിയയിലും ഇത് ഏറ്റെടുത്തു. ഉടനെ വാർത്ത വരികയാണല്ലോ, ഏറ്റെടുത്തു, വലിയ വാർത്തയായി കഴിഞ്ഞിട്ട് എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. അതിനുശേഷം ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ് പറയുന്നത്, ഔദ്യോഗികമായിട്ട് നിഷേധിക്കുന്നത് വരെ തുറന്നുകൊണ്ടിരുന്നു. നമ്മുടെ നാട്ടിലെ ഡിജിറ്റൽ അറസ്റ്റ് വഴി പലരെയും പറ്റിച്ചതായിട്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് മാത്രമല്ല, ഒരു ഉദാഹരണം, ബാംഗ്ലൂരിൽ 79 വയസ്സുള്ള ഒരു സ്ത്രീയെ ഇവരെ 35 ലക്ഷം രൂപ പറ്റിച്ചു. ഇൻഫോസിസിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള NR നാരായണമൂർത്തി പറഞ്ഞതെന്നുള്ള വ്യാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറങ്ങുകയാണ്. ഈ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം ഒരു AI ട്രെയിനിങ് നടത്തുകയാണ് എന്ന് പറഞ്ഞു. ആ ട്രെയിനിങ് നടത്തുന്നതിന് സൈറ്റിലൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ വലിയ പ്രൊഫഷണലായിട്ട് തോന്നി. അതിനകത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ഡിപ്പോസിറ്റ് ഇടാനായിട്ട് ആവശ്യപ്പെടുന്നു. അതിന് ചേരാനായിട്ട് ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ലാഭമായിട്ട് കാണിച്ചു. തുടർന്ന് ലാഭം കാണിച്ചു വന്നപ്പോഴത്തേക്കും അത് കൂടി വന്നപ്പോൾ ഇവർ പൈസ കൂടുതൽ നിക്ഷേപിച്ചപ്പോൾ ഇവരെ അതിൻ്റെ ഫൈനാൻസ് മാനേജറാക്കി മാറ്റി എന്നുള്ള വാർത്ത വരുന്നു. അതിനുശേഷം പിന്നീട് കുറച്ച് അധികമായപ്പോൾ പൈസ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് കൂടുതൽ ഫീസ് അടയ്ക്കണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ കൂടുതൽ പൈസ അടയ്ക്കാതെ വന്നപ്പോൾ എന്തോ ഇവരെ മാനേജർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പറയുന്നു. പിന്നീട്
അന്വേഷിച്ചപ്പോഴാണ് ഇത് ഈ ചതിയാണെന്ന് മനസ്സിലാകുന്നത്. മക്കൾ അതിൻ്റെ പുറകെ പോയെങ്കിലും ഇവർക്ക് ഇത്രയും പൈസ 35 ലക്ഷത്തോളം രൂപ നഷ്ടമായി. ഈ ഡിജിറ്റൽ അറസ്റ്റ് വഴി നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. വേറൊരു കേസ് പറഞ്ഞത് കാൺപൂരിലാണ്, രത്തൻപൂർ പങ്കിയിൽ ഒരാളെ വിളിച്ചിട്ട് പറയുകയാണ് അനന്തരവൻ ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്, ബലാത്സംഗവും കൊലപാതകവുമാണ് കേസ്, അത് കോടതി നിർദ്ദേശമാണ്, അത് ഒഴിവാക്കണമെങ്കിൽ 1 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറയുന്നു. അങ്ങനെ പൈസ ഇദ്ദേഹം അടയ്ക്കുന്നു. 60,000 40,000 ആയിട്ട് അടച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഒരു 1 ലക്ഷം രൂപ ചോദിച്ചു. അപ്പോഴാണ് ഇദ്ദേഹം തൻ്റെ മൊബൈൽ എടുത്തിട്ട് ഈ അനന്തരവനെ ഫോൺ വിളിച്ച് നോക്കുന്നത് സ്വരൂപ് നഗറിൽ. അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെയുള്ള അതായത് വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ പറ്റിക്കുമ്പോൾ ആളുകൾക്കത് പിടികിട്ടാതെ വരും. ഇതുപോലുള്ള മറ്റൊരു കേസാണ് അബിഗായിൽ റുവൽഖാവ എന്ന് പറയുന്നത്. 65-66 വയസ്സുണ്ട്. വളരെ രസകരമായിട്ടൊരു കേസാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ലോസ് ആഞ്ചലസിലാണ് സംഭവം. ചതിക്കപ്പെട്ടപ്പോൾ ഇതിന് വലിയൊരു ടെക്നോളജി അന്ന് ഉപയോഗിച്ചു. 1991 മുതൽ ഒരു സീരിയലുണ്ട്, അവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു സീരിയൽ. ഇതിനകത്ത് ജാസൻ മോർഗൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സ്റ്റീവ് ബർട്ടൺ എന്ന് പറയുന്നൊരു നടനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അപ്പിയർ ചെയ്യണം. ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ വന്നിരുന്നത് ഇദ്ദേഹം അബിഗായിൽ റുവൽഖാവ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ വിളിച്ചിട്ട്, ഹലോ അബിഗായിൽ ഡാർലിംഗ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വാർത്ത പറയുന്ന ഇയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ പിന്നീട് ഇതിന് ശേഷം വാട്സപ്പിലൂടെയുള്ള ചർച്ചകളായി, വലിയ റൊമാൻറ്റിക് റിലേഷൻഷിപ്പായി. നമുക്കറിയാലോ ചെയ്യുന്ന റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ്. എന്നിട്ട് പല പ്രാവശ്യമായിട്ട് സമ്മാനമായിട്ടും പൈസയായിട്ടും $81,304 കൈമാറി. അതിനുശേഷം ഇവർ അവരുടെ വീടും കാര്യങ്ങളെല്ലാം വിറ്റിട്ട് 3,50,000 രൂപയ്ക്ക് വിറ്റിട്ട് അതിൻ്റെ മേജർ പാർട്ട് ഇയാൾക്ക് കൈമാറിയെന്നാണ് പറഞ്ഞത്. ഈ ചതി ഉള്ള ആൾ ചെയ്തുകൊണ്ടിരുന്നത് പുതിയൊരു വീട് മേടിക്കണം, അതായത് ജാസൻ മോർഗൻ പറയാണ് പുതിയൊരു വീട് മേടിക്കണം നമുക്ക് താമസിക്കാനായിട്ട്. അങ്ങനെ അതിന് പൈസ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു. അവസാനം അന്വേഷിച്ച് വിളിച്ച് ചെന്നപ്പോഴത്തേക്കും, മക്കൾ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്കും ഇത് മുഴുവൻ ചതിയായിരുന്നു. എന്നിട്ട് ഈ സ്ത്രീ അവിടെ പിന്നീട് പാപ്പരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കേണ്ടി വന്നു. ജീവിതകാലത്ത് ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടമായി. അച്ഛാ, ഈ ഹോങ്കോങ്ങില് 2024 ഒരു 2.5 കോടിയുടെ ഒരു വലിയ ചതി നടന്നതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ഞാനും അത് വായിച്ചതാണ്. $2.5 കോടി കേട്ടോ. ഇതെന്താണെന്നറിയാമോ? ഈ സിഡ്നി ഓപ്പറ ഹൗസ് പോലെയുള്ള വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന, അത് ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പനി, അതിൻ്റെ ഒരു ജോലിക്കാരനാണ് അറൂപ്പ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു വീഡിയോ കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ്. അതിൻ്റെ ലിങ്ക് കിട്ടി, അദ്ദേഹം പങ്കെടുക്കുമ്പോൾ ഈ കോൺഫറൻസിലുള്ളത് ഈ കമ്പനിയുടെ എല്ലാ ആളുകളും ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും സൂപ്പർ മുകളിലുള്ള ഓഫീസേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ CFO ഒക്കെ ഉണ്ട്. മീറ്റിംഗ് പങ്കെടുത്ത് തുടക്കത്തിൽ എന്തോ കുഴപ്പമില്ലയൊക്കെ ഫീൽ ചെയ്തെങ്കിലും പിന്നീട് അത് എല്ലാവരും ഉണ്ടല്ലോ മീറ്റിങ്ങിൽ. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ഇരുന്ന് മീറ്റിംഗ് നടത്തി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഇയാളും $200 മില്യൺ കൈമാറിയത്. അത് ഈ പറയുന്നത് ഈ 2.5 കോടി എന്ന് പറയുന്നത്. അത് 15 ട്രാൻസാക്ഷൻ നടത്തി. ഇത് നടത്തിയപ്പോൾ പിന്നീട് എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അന്വേഷിച്ചപ്പം UK കമ്പനി വിളിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പൈസ കംപ്ലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ വലിയ ചതി ഏത് വിധത്തിൽ നടത്താനുള്ള കപ്പാസിറ്റി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചോളണം. അച്ഛാ, AI ഈ ഒരു അതിപ്രസരം ഏകദേശം രാഷ്ട്രഭരണ സംവിധാനത്തിലേക്ക് തന്നെ കടന്നു കയറി ചെല്ലുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അച്ഛനെ തന്നെ അറിയാവുന്ന പോലെ രാഷ്ട്രീയത്തിലേക്ക് ഇതുപോലെ നുണപ്രചാരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ വോട്ടിന് വളരെ സാധ്യതയുള്ള ഏരിയകളാണ്. വോട്ടുകൾ മറഞ്ഞു പോകാൻ സാധ്യതയില്ലേ? അത് ശരിയാണ്. നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വാസ്തവത്തിൽ ഇലക്ഷനുമായിട്ട് സംബന്ധിച്ചായിരിക്കും. ഇനി 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ 2024 സെപ്റ്റംബർ ഹെലന കൊടുങ്കാറ്റുണ്ടായ അവസരത്തിൽ, ഇത് അമേരിക്കയിലെയാണ്, കൊടുങ്കാറ്റ് ഉണ്ടായ അവസരത്തിൽ ഈ സായിപ്പിന് സാറിന് പട്ടികളെ ഇഷ്ടമാണല്ലോ, ഉണ്ടായ അവസരത്തിൽ വെള്ളം ചുറ്റും കയറി ഒരു സ്ഥലത്ത് ഒരു പെങ്കൊച്ചോ ഒരു പട്ടിക്കുഞ്ഞിനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ വരികയാണ്, ഒരു വീഡിയോ. ഉടനെ അതിനെക്കുറിച്ച് വലിയ ചർച്ചകളായി, വലിയ അന്വേഷണമായി, എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ഉടനെ ഫെഡറൽ എമർജൻസി മാനേജ്മെൻറ്റ് ഏജൻസി വളരെ കഴിവില്ലാത്തതാണ്, ഗവൺമെൻറ്റിൻ്റെ ഇതിലെല്ലാം തെറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വന്നു. വലിയ സംഭവങ്ങളൊക്കെ നടന്നെങ്കിൽ അവസാനം വന്നപ്പോൾ അതൊരു AI വീഡിയോ ആയിരുന്നു. അത് പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വലിയ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ ഈയിടെ എൻ്റെ കണ്ണിൽ എൻ്റെ ഓർമ്മ വരുന്നൊരു വീഡിയോ, ഈ രാഹുൽ ഗാന്ധിയും ഇലക്ഷൻ കമ്മീഷനും
കമ്മീഷനുമായിട്ടൊരു ഇത് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മുമ്പിലുള്ള പഴയ എല്ലാ ഇലക്ഷൻ കമ്മീഷണർമാരും ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്റുകൾ വരുന്ന കണ്ടായിരുന്നു. അപ്പോൾ ഇത് സത്യമാണെന്ന് നമ്മൾ എങ്ങനെ അറിയും? അത് മിക്കവാറും ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ സാധാരണക്കാരിത് കാണുമ്പോൾ അത് സത്യമാണെന്ന് വിചാരിക്കും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഇലക്ഷൻ സ്വാധീനിക്കാനായിട്ട് പല വഴിയിൽ ഈ ചർച്ച നടക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ട്രംപ് ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ CNN-ൻ്റെ അദ്ദേഹത്തിനെ പങ്കുവച്ചതാണെന്ന് പറയുന്നു. CNN-ൻ്റെ അവതാരകനായിട്ടുള്ള ആൻഡർസൺ കൂപ്പർ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് ഇലക്ഷന് മുമ്പ്. അപ്പോൾ ഇയാൾ പറയുന്നതെല്ലാം ശരിയാണ്, ബാക്കിയെല്ലാം തെറ്റാണെന്നിട്ട് ഒരു ഇംപ്രഷൻ ആളുകളിലേക്ക് അത് കൈമാറും. അല്ലെങ്കിൽ നമ്മൾ കണ്ട ഒരു സാധനമാണ്, ഒബാമയെ ഈ ട്രംപിൻ്റെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, FBI അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. എല്ലാ വീഡിയോകളാണ്. ഇതൊക്കെ കണ്ടമാനം നമ്മുടെ ആളുകളെ ഈ ചതിക്കാനായിട്ട്. അതുപോലെ തന്നെ ബൈഡൻ്റെ കുറേ വീഡിയോകളുണ്ടായിരുന്നു, സ്വയം ഇങ്ങനെ തെറ്റ് പറയുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ഈ നമ്മുടെ നാട്ടിൽ വളരെ അധികം കാര്യങ്ങൾ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. 2023 സെപ്റ്റംബറിൽ സ്ലോവാക്യയിൽ നടക്കുന്നതാണ്. ഇലക്ഷന് തൊട്ട് മുമ്പ് 48 മണിക്കൂർ മുമ്പ് ഈ പ്രചാരണം അവസാനിച്ച സമയമുണ്ടല്ലോ, ഈ 48 മണിക്കൂറിന് മുമ്പ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ 2 രാഷ്ട്രീയക്കാർ എങ്ങനെ ഇലക്ഷൻ അട്ടിമറിക്കാം എന്നൊരു ചർച്ച ചെയ്യുന്ന ഒരു AI വീഡിയോ പ്രസിദ്ധീകരിക്കുകയാണ്. ഉടനെ ആളുകളെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. പക്ഷേ ഇത് തിരിച്ച് തിരിച്ച് സ്ഥാപിക്കാനായിട്ടുള്ള സമയമോ സാഹചര്യമോ മറ്റവർക്കുണ്ടായില്ല. അതുകൊണ്ട് ഇലക്ഷൻ നേരെ മറിയും. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കണ്ടമാനം നുണപ്രചാരം നടക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടേത്. നമുക്കറിയാലോ, പുറത്ത് പോയിട്ട് പാർലമെൻറ്റ് കെട്ടിടം വാടകയ്ക്ക് എടുത്ത് വെച്ചിട്ട് അവിടെ പരിപാടി നടത്തി വെച്ചിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗീകരിച്ചു എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന നാടാണ് നമ്മുടേത്. അതുകൊണ്ട് ഇത് നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മുടെ തീരുമാനങ്ങളെയും സ്വാധീനിക്കാനുള്ള സാധ്യതകളുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ഈ സമൂഹത്തിൽ അടിസ്ഥാന ധാർമ്മികത നഷ്ടമായ കുറേ അധികം ആളുകളുണ്ട്. അതായത് എന്തും പറയുക, എന്തും പ്രവർത്തിക്കുക. നമ്മൾ വെറുതെ മീഡിയയിലോട്ട് കയറിയാൽ മതി. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് കേരളം ചില ആളുകൾ പറഞ്ഞിരുന്നത്. വാസ്തവത്തിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും ദൈവത്തിൻ്റെ സ്വന്തം, പക്ഷേ ഇപ്പോൾ സാത്താൻ്റെ സ്വന്തം നാടായിട്ട് ഇത് മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ കണ്ടമാനം വളർന്നു. അപ്പോൾ കണ്ടമാനം ആപ്ലിക്കേഷനുകളും വളർന്നു. എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? വ്യൂവേഴ്സ് വേണമെന്നാണ്. ഒരാൾ വെറുതെ കഞ്ഞി വെക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടെല്ലാം വ്യൂ വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. വ്യൂ കിട്ടാൻ വേണ്ടി ആളുകൾ എന്തും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ജനത്തിന് അറിവ് കുറവായതുകൊണ്ട് ഈ വ്യൂ കൂട്ടാനുള്ള ആളുകളുടെ പരിശ്രമത്തെ വിലയിരുത്താനുള്ള കപ്പാസിറ്റി കുറവാണ്. ഇതേ സമയത്തുണ്ടായൊരു കുഴപ്പം, കണ്ടമാനം മീഡിയ പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ വന്ന് അതോടുകൂടി തന്നെ ഈ പ്രോഗ്രാമുകളെല്ലാം ഫ്രീ ആയിട്ട് കിട്ടാനും തുടങ്ങി. നമുക്ക് പ്രോഗ്രാമുകളെല്ലാം ഫ്രീ ആണ്. അങ്ങനെ കിട്ടുമ്പോൾ ആർക്കും എന്തും ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഫ്രീ ആയിട്ട് ഒരുങ്ങി വരികയാണ്. ഭാവനകൾ വാർത്തയായിട്ട് ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ പല സംഭവങ്ങളും ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞല്ലോ. ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെയായാൽ നല്ലത്, ഉടനെ അത് വാർത്തയായിട്ട് അങ്ങോട്ട് വിടുകയാണ്. ഇനി ഇതേ സമയത്ത് മറുഭാഗമുണ്ട്, സത്യം കാണിച്ചാൽ അത് AI എന്ന് പറയും. നമ്മൾ ശരിക്കുള്ള ഒരു ഫോട്ടോ എടുത്ത്, ഇപ്പോൾ ഈയിടെ നമ്മൾ ഈ അയ്യപ്പ സംഗമത്തിലൊക്കെ ഇത് ഇങ്ങനെ ഒരു ശ്രുതിയൊക്കെ നമ്മൾ കേട്ടതാണ്. മനസ്സിലായി? അത് AI എന്ന് പറഞ്ഞു, ആളില്ലെങ്കിൽ അത് AI എന്ന് പറയുക. അപ്പോൾ സത്യം കാണിച്ചാൽ AI എന്ന് പറയുക, AI കാണിക്കുമ്പോൾ സത്യം എന്ന് പറയുക. ഇങ്ങനെ ആരുടെ പേരിലും എന്തും പറയാം. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ കൊണ്ട് പറയിക്കുകയാണ്. ആരെ കൊണ്ടും എന്തും പറയിക്കാം എന്നൊരു സംവിധാനം ഇവിടെ ഉണ്ടായപ്പോൾ എത്രമാത്രം ശ്രദ്ധിച്ചാലാണ് ചതിക്കപ്പെടാതിരിക്കുക എന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛാ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ AI നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്താണ് പരിഹാരം? അച്ഛൻ്റെ വാക്യത്തിൽ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. AI കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പല പരിഹാരങ്ങളും പറയുന്നുണ്ട്. അത് നിയന്ത്രണമാവാം, നിയമമാവാം, ഇങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം പക്ഷേ എല്ലാവരും വേണമെന്നാണല്ലോ, സ്വാതന്ത്ര്യം വേണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. നുണപ്രചാരണം പണ്ടേ ഉണ്ടെങ്കിലും ഇപ്പോൾ അത് കണ്ടമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ. ന്യൂസ് ഗാർഡിൻ്റെ കണക്കനുസരിച്ച് 2023 മാത്രം, അതായത് 2020 വരെയുള്ള ചരിത്രം എടുത്താൽ 2023 മാത്രം ഈ 10 മടങ്ങ് വ്യാജ വാർത്തകൾ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം വല്ലാതെ അങ്ങോട്ട് മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ, എല്ലാവരും കാര്യങ്ങൾ വിശകലനം ചെയ്ത്
പഠിക്കാനായിട്ടുള്ള, കാണാനും മനസ്സിലാക്കാനുമായിട്ടുള്ള ഒരു ചിന്തയുണ്ടാവണം. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും മാധ്യമത്തിൻ്റെയോ ഏതെങ്കിലും ഇതിൻ്റെ അടിമയായിട്ട് തീരാതെ, ഏതെങ്കിലും ചാനലിൻ്റെയോ അടിമയായിട്ട് തീരാതെ പൊതുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും വിലയിരുത്താനും അന്വേഷിക്കാനുള്ളൊരു ചിന്തയുണ്ടാവണം. പ്രത്യേകിച്ച് എമർജൻസി കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും വാർത്ത ഒരു അപകടം നടന്നാൽ അതിൻ്റെ വാർത്ത അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഇങ്ങനെയുള്ളപ്പോഴാണ് ഈ ആളുകൾ ഏറ്റവും അധികം AI കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ വാർത്തകൾ ഉണ്ടാക്കി വിടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫാക്റ്റ് ചെക്കുണ്ട്, അതിനുള്ള സാധ്യതകളുള്ളപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. നുണപ്രചാരണത്തിനെതിരെ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നിയമങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇനി വളരെ പ്രത്യേകമായിട്ട് എനിക്ക് ഈ ശ്രോതാക്കളോട് പറയാനുള്ളത്, ഇങ്ങനെ നുണപ്രചരണം എന്ന് പറയുന്നത് വലിയ ഒരു സംസ്കാരമായി മാറിയിരിക്കെ നിങ്ങളോടൊരു ചോദ്യമാണ്. അതായത് ഇങ്ങനെയൊരു സംസ്കാരം വളർന്നു വരുമ്പോൾ തക്കിയ അനുവദനീയമാണ് എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. നുണ പറയാം എന്ന ഒരു തത്വശാസ്ത്രം ഉണ്ടെങ്കിൽ അത് രക്ഷിക്കാൻ കഴിയുമോ? ഞാൻ കാണുന്ന പരിഹാരം അതെന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്ന കർത്താവിൻ്റെ കൽപ്പനയാണ്, ദൈവകൽപ്പനയാണ്. നിങ്ങളുടെ വാക്ക് അതെ എന്ന് പറഞ്ഞാൽ അതെ എന്നും അല്ല എന്ന് പറയുമ്പോൾ അല്ല എന്നുമായിരിക്കട്ടെ, സത്യമേ പറയാവൂ എന്നുള്ളതാണ്. രണ്ടാമത്തത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യത്തിലുണ്ട്, നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ഇപ്രകാരമുള്ള, അതായത് മറ്റ് പല മതങ്ങളിലും, എല്ലാത്തിലും ഞാൻ പറയുന്നില്ല, പല മതങ്ങളിലും ചിലപ്പോൾ ഇതിനോട് ചേർന്ന് പോകുന്ന ചിന്തകളൊക്കെ ഉണ്ട്. സത്യമേ പറയാവൂ എന്നുള്ള ചിന്തിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ധാർമ്മിക അടിത്തറ കൂടാതെ നുണ പറയാം എന്ന് ഒരു മതചിന്ത പറയുകയാണെങ്കിൽ അതിന് ഈ സമൂഹത്തെ അപകടത്തിൽ രക്ഷിക്കാൻ കഴിയില്ല. അത് എന്ന് അവസാനിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ താലിബാനിസത്തിലായിരിക്കും.